പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാർ ചോദിക്കും, ആ ജയൻ ഇത്രയും നാൾ ഒളിവിൽ താമസിച്ചത് എവിടെയാന്ന്. അപ്പോ ഞാനെന്ത് പറയണം? ആനവിരട്ടിപ്പാറ നാരകത്താനം ബ്രിട്ടീഷ് ബംഗ്ലാവിൽ എന്ന്. അംബികയുടെ നടപ്പിലും ഭാവത്തിലും വരെ എനിക്കെന്തോ സംശയമുണ്ട്. അളിയനും മോളൊന്ന് സൂക്ഷിക്കണം. ആ ദീപൊക്കെ തണ്ടി അവിടെ എവിടെയെങ്കിലും കാണാൻ വഴിയുണ്ട്. ന്യൂട്രലായത് ഇവിടെ ആര് വരാനാ രാജു? രാജുവിന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. എനിക്ക് അതൊന്നും പറ്റിയില്ല. ഇന്ന് രാത്രി രണ്ടെണ്ണത്തിനെയും പുലിയോ കടുവയോ എടുത്തോളും. ഓപ്പറേഷൻ സക്സസ്. ഋതു, കുറച്ചുകൂടി ചേർന്നിരിക്കേ. രാജു കുഴപ്പമില്ല. നിക്കേ. ചേർന്ന് ചേർന്ന് ഒട്ടിപ്പിടിച്ചിരുന്ന് നമുക്ക് തീ കായാം. അപ്പോ ഈ തണുപ്പ് മാറും. ദൈവം അവർക്കായി തീരാധാരം നടത്തി കൊടുത്ത സ്ഥലവാ. നമ്മള് മര്യാദക്കിരുന്ന അവരാരെ ഒന്നും ചെയ്യൂല. മര്യാദകേട് കാണിച്ച വിവരം അറിയും. രാജു, ഈ ലോകത്ത് ആദ്യം ഉണ്ടായ ആണും പെണ്ണും ആരൊക്കെ? അത് ബൈബിളില് ആദാവെന്നാ പറയുന്നത്. എന്തായാലും ആദ്യം ഉണ്ടായ ആണും പെണ്ണും രണ്ട് കുരങ്ങുകളായിരിക്കും. അവരെന്തൊക്കെ പറഞ്ഞായിരിക്കും പ്രേമിച്ചിരിക്കുക? അവരുടെ പ്രേമത്തിനെ ഭാഷ ഒരു പ്രശ്നമായിരുന്നില്ല. നമ്മുടെ പ്രണയത്തിനല്ലേ നോട്ടം, വാചകവടി, ചാറ്റിങ്, പിന്നെ ചീറ്റിങ്. രാജു, അതെന്തത്? അതെ, ഈ കാട്ടുമുളം തണ്ടുകളെ കാറ്റിൽ തട്ടുമ്പോ ഉണ്ടാകുന്ന ഒരു സ്വരമാണ് സംഗീതസ്വരം. ഇതിൽ നിന്നാണ് സംഗീതം ഉണ്ടായത്. ഋതു കേട്ടിട്ടില്ലേ ആ സംഗീതസ്വരം? സാ രീ ഗ സാ. നമ്മുടെ ഓപ്പറേഷൻ സക്സസ് ആയെന്നാ തോന്നുന്നത്. നിങ്ങളുടെ ഓപ്പറേഷൻ സക്സസ് ആയൊന്നുമില്ല, എന്റെ ഓപ്പറേഷൻ സക്സസ് ആയി. ഉറപ്പായി രണ്ടെണ്ണത്തിനെയും കാട്ടുമൃഗങ്ങൾ തിന്നു കാണും. ഇവിടെ ഒരാൾപിടിയൻ കടുവയുണ്ട്. മനുഷ്യരുടെ സ്മെല്ലടിച്ചാ മതി, അവൻ വന്ന് കൊന്നു തിന്നേച്ചും പോകും. മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറുക്കനും തിന്നു കാണും. ദേ, അവരല്ലേ വരുന്നത്. അയ്യോ സാർ, സാർ മാറിക്കോ. സാർ മാറിക്കോ.
ഇതെന്തു പറ്റി സാറേ? ഇന്നലെ രാത്രി ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? ഞങ്ങൾ എത്ര കോൾ ചെയ്തു, കിട്ടണ്ടേ? ഈ ബംഗ്ലാവിലും ഈ പ്രദേശത്തും റേഞ്ച് വളരെ കുറവാ. അല്ല, നിങ്ങൾക്ക് എന്താ പറ്റിയത്? അത് പറയാ. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ജീവനോടെ തിരികെ വന്നല്ലോ. തൽക്കാലം അത്ര അറിഞ്ഞാൽ മതി. വാ. ദേ, എന്തായാലും ഒരു കാര്യം ചെയ്യാം. അവർക്കേ നല്ലൊരു ബെഡ് കോഫി കൊണ്ട് കൊടുത്തേക്ക്. നമുക്കേ ഓരോ ബെഡ് കോഫി കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കാം. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ആ. ആ ഹലോ അളിയ. അളിയ, അളിയന് ഋതുമോൾക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ലളിയ. എന്റെ അളിയ, ഞാൻ ഇന്നലെ വൈകുന്നേരം തൊട്ട് എത്ര തവണ വിളിച്ചെന്നറിയാമോ? എന്താ അളിയ പ്രശ്നം? അളിയ, എനിക്ക് ചില കാര്യങ്ങൾ ഡൗട്ടുണ്ട്. അതാ ഞാൻ വിളിച്ചത്. എന്ത് ഡൗട്ട്? ഞാൻ പറയാം. ഈ കേസിൽ നിന്നൊക്കെ ഞാൻ മാറ്റിത്തരാമെന്ന് മാത്രമല്ല, ഒരു 10 ലക്ഷം രൂപ ഞാൻ തരാം. ഞാൻ അങ്ങോട്ട് വലിയൊരു ഉപകാരം ചെയ്യുമ്പോൾ ഒരു ചെറിയ ഉപകാരം എനിക്കും ചെയ്യണം. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാർ ചോദിക്കും, ആ ജയൻ ഇത്രയും നാൾ ഒളിവിൽ താമസിച്ചത് എവിടെയാന്ന്. അപ്പോ ഞാനെന്ത് പറയണം? ആനവിരട്ടിപ്പാറ നാരകത്താനം ബ്രിട്ടീഷ് ബംഗ്ലാവിലെന്ന്. അംബികയുടെ നടപ്പിലും ഭാവത്തിലും വരെ എനിക്കെന്തോ സംശയമുണ്ട്. അളിയനും മോളൊന്ന് സൂക്ഷിക്കണം. ആ ദീപൊക്കെ തണ്ടി അവിടെ എവിടെയെങ്കിലും കാണാൻ വഴിയുണ്ട്. അളിയൻ പേടിക്കണ്ട, ഇനി ഞാൻ നോക്കിക്കോളാം. ശരി അളിയ. ശരി അളിയ. ജേട്ടൻ രാജുവിനെ ഋതുമോളെയാണോ വിളിച്ചത്? അതെ. അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അളിയനും ഋതുമോളും 3 കടുവയും 2 കരടി 4-5 പുലികളും എല്ലാവരും കൂടെ ചേർന്ന് സംഘം ചേർന്നുള്ള വെള്ളവടിയാ. കാട്ടുപന്നി ഫ്രൈയാ ടച്ചിങ്സ്. അതുപോലെ ഓടുന്നു. സർ, ബെഡ് കോഫി കുടിക്കേ, ക്ഷീണം മാറും. നിങ്ങൾ വയ്ക്കോ, ഞങ്ങൾ കുടിച്ചോളാം. ശരിയാക്കി തരാം.